തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ ഹെൽത്തി ഫുഡിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല. പക്ഷെ എന്നാൽ ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ കണ്ടതാണ്, കന്നഡക്കാരെപ്പോഴും അവരുടെ ഭക്ഷണത്തിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഇലവർഗ്ഗങ്ങൾ എപ്പോഴും ഉണ്ടാവും, ഇലക്കറികൾ എപ്പോഴും ഉണ്ടാവും. അതുകൂടാതെ റാഗി അവരുടെ മെയിൻ ഫുഡായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നു. രത്നമ്മ ആൻറ്റി ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഈ റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിനൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം റാഗി റൊട്ടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് ട്രൈ ചെയ്തത്. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഞാൻ നിങ്ങൾക്ക് എന്തായാലും അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. കാരണം ആർക്കാണെങ്കിലും ആവശ്യമാണ്. ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരുപാട് പേർക്ക് മരുന്നുകളിലൊക്കെ ജീവിക്കുന്നവരാണ്. എന്നാലും അതിൻ്റെ കൂടെ ഒരല്പം റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ റാഗി ദോശ, റാഗി റൊട്ടി, റാഗി മുട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കർണാടകയിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് രത്നമ്മ ആൻറ്റി എനിക്കിതൊക്കെ കാണിച്ചും തന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഉണ്ടാക്കാനും കുറച്ച് പഠിച്ചു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഏതായാലും പരിചയപ്പെടുത്താം. ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ യു. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഐറ്റം, റാഗി റൊട്ടി. ഓക്കെ, ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. റാഗി പൊടി, കുറച്ച് ഉള്ളി അരിഞ്ഞത്, ഉപ്പ്, പച്ചമുളക്, മല്ലിയില. ഓക്കെ, ആദ്യം തന്നെ കുറച്ച് റാഗി പൊടി റെഡിയാക്കി വെക്കുക. കുറച്ച് നന്നായിട്ട് 1-2 വലിയ സവാള, അതായത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. കുറച്ച് പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരല്പം മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കുക. കുറച്ച് ഉപ്പ്, അതിന് പാകത്തിന് ചേർക്കാനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ഒരല്പം വെള്ളവും ചേർത്ത് ചപ്പാത്തി നമ്മളെങ്ങനെ കുഴക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് കുഴക്കേണ്ടത്. നന്നായിട്ട് കുഴച്ച് നല്ല ചപ്പാത്തി പോലെ തന്നെ ഇത് നല്ല ഉരുളകളാക്കിയെടുത്ത് ഒന്നുകിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വാങ്ങിച്ച കവറുണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ടിത് പരത്തിയെടുത്ത് അങ്ങനെ തന്നെ ചപ്പാത്തിയുടെ തവയിലേക്ക് വെച്ച് പിന്നെ അടുപ്പിൽ വെച്ചാൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി റൊട്ടി നമുക്കുണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാനിത് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അതായത് ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത്, രത്നമ്മ ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എപ്പോഴും ഓഫീസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, റാഗി റൊട്ടിയാണ് കഴിച്ചത് എന്നൊക്കെ. ഞാനും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. എനിക്ക് നന്നായി ഇഷ്ടമായി. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒരു തവണ ട്രൈ ചെയ്ത് നോക്ക്. മീൻസ് ഡയബറ്റിക് ആയിട്ട് ഉള്ളവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ഇത്. കാരണം ഇതിൽ മീൻസ് ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്തത് കാരണം വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് ഇതെടുക്കാം. വേണമെങ്കിൽ 3 നേരം കഴിക്കാം. ഇതാണ് രത്നമ്മ ആൻറ്റി അത് എത്ര പെട്ടെന്നാണ് അത് കവറിൽ പരത്തുന്നത് നോക്കിയേ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. അത്ര സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ അത് നോക്ക് പഠിക്കുകയാണ്. അമ്മയ്ക്ക് പിന്നെ ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് അമ്മ അതിനെങ്ങനെ എടുത്തിടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവരത് സ്മൂത്തായിട്ട് അത് കവർന്നത് പിന്നെ തവയിലേക്ക് ഇട്ട് റെഡിയാക്കുന്നുണ്ട്. അത് എത്ര തവണ ഒരു തവണ കുഴച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു 6-7 റൊട്ടി പോരെ ഉണ്ടായി അവർ ചെയ്തതപ്പോൾ. നല്ല ടേസ്റ്റായിരുന്നു. അതായത് ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഒന്നും വേണമെന്നില്ല. മീൻസ് കറി അങ്ങനെ ഒന്നും വേണമെന്നില്ല. കറി എന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ് ഇവർ ഉണ്ടാക്കുന്നത്. ചമ്മന്തിയാണ് നല്ല എരിവുള്ള പച്ചമുളകും ഇട്ട ചമ്മന്തി, പിന്നെ അല്ലെങ്കിൽ ഗ്രൗണ്ട്നട്ട്, അതായത് കടലയുടെ ചമ്മന്തി, ഇതൊക്കെയാണ് ഇവരിതിനുണ്ടാക്കുന്നത്. പക്ഷെ നമുക്കിതിന് പ്രത്യേകിച്ച് ചട്നി വേണമെന്നൊന്നും തോന്നിയില്ല. കാരണം അത്ര ടേസ്റ്റി ആയിരുന്നു. തവയിൽ കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടണം. ഓക്കെ, അത് വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണേ. ബൈ.